ഇന്ന് രാവിലെ എണീറ്റത് പുറത്ത് നല്ല കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം പോയി നോക്കി മഴയാണോ എന്ന്. മഴ ഉണ്ടായിരുന്നില്ല, കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഞാനും റോസും കൂടിയിട്ട് മഴക്കാറ് കണ്ടപ്പോൾ മഴ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിന്നു കേട്ടോ. അപ്പോൾ റോസുമോനോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞു കേട്ടോ ആള്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴേ ഇതേ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ആകാശം നോക്കുമ്പോൾ നല്ല മഴക്കാറും. പല്ല് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ വീടൊക്കെ അടിച്ചു വരിക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ റോസുമ്മ കയ്യിൽ കിട്ടുന്ന കരടൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അമ്പുട്ടൻ ദേ ഇരിക്കുന്നത് ഫുഡ് കഴിക്കാനാണേ. അപ്പം ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ പുള്ളി ഹായ് പറഞ്ഞതാണ് കേട്ടോ. അമ്പുട്ടൻ്റെ പാത്രമാണ് കേട്ടോ അത്, സ്പൈഡർമാൻ്റെ. അതിലാണ് ആൾ ഫുഡ് കഴിക്കുകയുള്ളൂ. ചേട്ടൻ കഴിക്കുന്ന കണ്ടപ്പം അനിയത്തി അടുത്ത് ചെന്നിരിക്കുക കേട്ടോ. അവൻ വായിൽ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ആൾ ഒരു ഇത്തിരി കൊടുത്തു റോസുമ്മയ്ക്ക്. വലിയ സന്തോഷമാണ് ചേട്ടൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നതേ. ഭയങ്കര ചിരി വരും അപ്പോൾ. പിന്നെ ഞാൻ റോസുവിനും ദേ ഒരു പാത്രത്തിലാക്കി കൊടുത്തതാണ്. അത് ദേ കയ്യിൽ പിടിച്ച് കഴിക്കുക കേട്ടോ. അത് കഴിച്ചോളൂ ഇരുന്നിട്ട്. പിന്നെ ഞാനും വെച്ചു വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ. അതിനിടയിൽ ഞാൻ റോസുവിന് വേണമെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. കാരണം ഞാൻ കഴിക്കാനിരിക്കുമ്പോൾ അവൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് പിന്നെയും കഴിക്കാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി കഴിച്ചില്ല. അതിലിങ്ങനെ കളിച്ച് നടന്നോളും. അങ്ങനെ ഞാൻ ദേ നോക്കുമ്പോൾ അപ്പാപ്പൻ പച്ചക്കപ്പയും എടുത്തുകൊണ്ട് വന്നേക്കോട്ടെ പിള്ളേർക്ക് കൊടുക്കാൻ. പിന്നെ അമ്മ പറഞ്ഞത് ഞായറാഴ്ചയല്ലേ, അപ്പോൾ നമുക്ക് കപ്പയും മീൻ കറി ഉണ്ടാക്കാം. അതിന് വേഗം പോയി കപ്പ പറിക്കാൻ പറഞ്ഞിട്ടോ. അതിന് ഞാനും അച്ചും കൂടെ പോയിട്ട് കപ്പ പറിക്കാം കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന കപ്പയാണ് ഇത്. ഒരു വളവും ഇടാത്ത കപ്പയാട്ടോ. പക്ഷേ നമ്മുടെ നല്ല മണ്ണായതുകൊണ്ട് നല്ലതുപോലെ കിഴങ്ങുണ്ടാവും കേട്ടോ അതിൽ. പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ പറിച്ചെടുത്തപ്പോൾ അത്യാവശ്യം കപ്പ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. നമ്മുടെ ഇവിടെ കപ്പ എന്നാണ് പറയുന്നത്. പക്ഷെ അച്ചുവിൻ്റെയൊക്കെ സ്ഥലം തൃശ്ശൂരാണേ. അവിടെ എന്താ പറയുക, ഇനി കൊള്ളി എന്നാണ് കേട്ടോ പറയുന്നത്. കപ്പയും കൊള്ളി. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് കേട്ടോ ആ നിൽക്കുന്നത്. അത് നമ്മളൊരു ദിവസം മധുരക്കിഴങ്ങ് കഴിച്ചിട്ട് വെറുതെ അത് മണ്ണിലിട്ടതാണ്. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് പിടിച്ചു. ഒരു തവണ നമ്മൾ വിളവെടുത്തു മധുരക്കിഴങ്ങ്. നല്ല മധുരമുള്ള മധുരക്കിഴങ്ങാണേ. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. പിന്നെ ഞാൻ കൈയോടെ തന്നെ കപ്പയൊക്കെ കൊത്തി പിന്നെ ഇതേ പിള്ളേരെ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് അംഗനവാടിയിലോട്ടാണ്. ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമാണല്ലോ. അപ്പം അമ്പൂട്ടനും ഉണ്ട് റോസുമ്മയ്ക്കും ഉണ്ട് കേട്ടോ പോളിയോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി, രണ്ടാളല്ല ഞങ്ങൾ 4 പേരുണ്ട്. അച്ചുവും ഞാനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് പോവാം കേട്ടോ. ഞങ്ങൾ നടന്നു പോകുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറത്ത് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ പോയിട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ അമ്പൂട്ടൻ്റെ അംഗനവാടി തന്നെ കേട്ടോ. അവിടെ ചെന്നപ്പോൾ അമ്പൂട്ടൻ തന്നെ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേ കുട്ടി പോളിയോ കുടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ആൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല, മര്യാദയ്ക്ക് ഇരുന്നു. പോളിയോ ഒക്കെ കുടിച്ചു. ദേ കയ്യിൽ മാർക്ക് ചെയ്യുക കേട്ടോ അവൻ്റെ. റോസുമ്മ നല്ല കരച്ചിലായിരുന്നു. നല്ല കരച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ല കരച്ചിലായിരുന്നു. പക്ഷേ ഒരുവിധമൊക്കെ ആളെ പിടിച്ചു, വായയിൽ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇതേ റോസുമ്മയ്ക്കും കിട്ടിയൊരു വോട്ട് ചെയ്ത പോലത്തെ മാർക്ക്. സൂപ്പർ അല്ലേ? ഇഷ്ടമില്ല. പോളി സൂപ്പറായിരുന്നു. ആണോ? സൂപ്പറായിരുന്നോ പോളിയോ? സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു പോളിയോ. പോളിയോ ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പം അമ്മ പറഞ്ഞു കപ്പയും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്, കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നേ. കപ്പയും മീൻകറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കംഫർട്ട് ഫുഡാണ് കേട്ടോ കപ്പയും മീൻകറിയൊക്കെ, ഞങ്ങളുടെ കോട്ടയംകാർക്ക് പ്രത്യേകിച്ച്. അങ്ങനെ ഞാൻ കഴിപ്പൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയൊന്ന് എണീറ്റപ്പോൾ ദേ ഭയങ്കര മഴ പുറത്ത്. പിന്നെ ഞാൻ വേഗം പോയി ചായയൊക്കെ വെച്ചു, ചായയൊക്കെ കുടിച്ചു. ചായയിൽ ഇങ്ങനെ റസ്ക് ഇങ്ങനെ മുക്കി തിന്നോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾക്ക്. അമ്പൂട്ടത്തേ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ, അതൊക്കെ കഴുകി. ഇത് കഴുകി വെച്ചിട്ട് വേണം എനിക്കിനി പോയി കുളിക്കാനായിട്ട്. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഞാൻ കുളിച്ച് ഇതേ വന്ന് രൂപത്തിൻ്റെ അവിടെ തിരിയൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഈ നമ്മുടെ വീട്ടിലിങ്ങനെ നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഇതിങ്ങനെ ഞാനിവിടെ കത്തിച്ച് വെക്കാറുണ്ട്. നല്ല മണമാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ അപ്പനും മക്കളും ഭയങ്കര സ്നേഹത്തിലാണ് ഇവിടെ. പിന്നെ ഞാൻ രണ്ടാളെയും വേഗം പോയി മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അപ്പ ഇനി ദുബായിക്ക് തിരിച്ച് പോകണ്ടെന്നാണ് കേട്ടോ അമ്പൂട്ടൻ ഈ പറയുന്നത്. ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പ.
ഞാനവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ പിന്നെ റോസുമ്മ ഓടി വന്ന് എൻ്റെ മേത്ത് കയറി കിടന്നു കേട്ടോ. ഉറങ്ങാനെന്നാണ് ഞാൻ വിചാരിച്ചു, പക്ഷെ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ അമ്പൂട്ടൻ പറഞ്ഞു ദോശ വേണമെന്ന് പറഞ്ഞു രാത്രിയിലത്തേക്ക്. അങ്ങനെ രണ്ടാൾക്ക് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അമ്മ അവിടെ ചമ്മന്തി പൊടിക്കുന്നുണ്ട് കേട്ടോ, നല്ല ചുട്ടരച്ച ചമ്മന്തി. വയൽ വെള്ളം വരുന്നപ്പോൾ തന്നെ. പിന്നെ ദോശ കുറച്ച് നേരമായിട്ടും കാണാഞ്ഞപ്പം ചേട്ടനും അനിയത്തിയും കൂടി തിരക്കി വന്നതാണേ. അപ്പോൾ ഞാൻ അമ്പൂട്ടന് ദോശ കൊടുത്തു. അപ്പോൾ റോസുമ്മ എന്നെ ഒരു നോട്ടം, എനിക്കില്ലേ അമ്മയെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഞാൻ റോസുമ്മയ്ക്ക് വേഗം ഒരു പാത്രത്തിൽ ഇങ്ങനെ കീറി ഇട്ട് കൊടുത്തിട്ടോ, അവൾ തന്നെ കഴിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് വൈകുന്നേരം കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും കപ്പയും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. അതും കൂട്ടി ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഉറങ്ങുമൊന്നുമില്ല, ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിക്കോളും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.